ചെയ്ത് തീർത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ടു ഡു ലിസ്റ്റിൽ എഴുതി ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റിൽ എഴുതിയിട്ട് 50% പോലും തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നോ? ഇത് കണ്ടുപിടിക്കുന്നത് വരെ ഞാനും അങ്ങനെയായിരുന്നു. എന്ത് കണ്ടുപിടിക്കുന്നത് വരെ പറഞ്ഞുതരാം. ഒരുപാട് ഗോൾസ് ഉണ്ടാകുമ്പോൾ ഒരു ദിവസം തന്നെ ചെയ്തു തീർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. എന്നാൽ ഇതിൽ മിക്കതും നല്ലോണം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്കും ആയിരിക്കും. മുന്നേ ഞാൻ ചെയ്തിരുന്നത് നൈറ്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആവാനുള്ള ഒരു തോട്ട് വരും. അങ്ങനെ നെക്സ്റ്റ് ഡേക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ലൈനൊക്കെ വെച്ച് ടൈം ബ്ലോക്കിംഗ് ഒക്കെ ചെയ്ത് അത്രയും നല്ലൊരു പ്ലാൻ ഇടും. പക്ഷേ മോർണിംഗ് ആകുമ്പോഴത്തേനും ആ ഒരു മോട്ടിവേഷൻ സംഭവമൊക്കെ പോയിട്ടും ഉണ്ടാവും. അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഡേയും ആയിരിക്കില്ല, അത്രയും എനർജി ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണ് ഞാൻ രാവിലെ പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അങ്ങനെ പ്ലാൻ ചെയ്യില്ല, ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ. അപ്പോഴുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% മേലെ എങ്ങനെ നോക്കിയിട്ടും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്ത ഓരോ ഐഡിയാസ് ഇങ്ങനെ നോക്കി ഒരു സ്ക്രോൾ ചെയ്തിരിക്കേണ്ട ഇടയിൽ വന്നൊരു ഐഡിയ ആയിരുന്നു, എന്തുകൊണ്ട് നമുക്ക് ടൈം ബ്ലോക്കിംഗ് ചെയ്തുകൂടാന്നുള്ളത്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടൈം അലോക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഓൾറെഡി ഉള്ള ടൈം ലൈനിലാണ് നമ്മൾ ഈ ടൈം ബ്ലോക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്. ഒരു 95% മേലെ എന്തായാലും ഞാനത് ചെയ്ത് തീർത്തിട്ടുണ്ട്. ആൻഡ് ചെയ്ത് തീർത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇനി ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. എന്താ, ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രെയിൻ ഡം എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ എന്തൊക്കെ ചെയ്യാണ്, എന്തൊക്കെ ഗോൾസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ എഴുതിയെടുത്തു. അങ്ങനെ അതും അതിൻ്റെ ടൈം, എത്ര ടൈം വേണം എന്നുള്ളത് ഇതിൻ്റെ കൂടെ എഴുതിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിൽ ഇപ്പുറത്ത് ഒരു നെക്സ്റ്റ് ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് എപ്പോഴാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് ആ ടൈം മുതലുള്ള ടൈം ലൈനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുകിൽ 1 hour വെച്ചിട്ടുള്ള അങ്ങനെ ഇൻ്റർവെൽസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്കിനും ഓരോ ടൈമിംഗ് ആണല്ലോ. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ച് അടുത്ത ടൈം എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ടാസ്കുകളും ഇതിലേക്ക് എഴുതുന്നതോറും നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് അതൊന്ന് വെട്ടിക്കളയും. അപ്പോൾ നമുക്ക് അടുത്തത് എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് അറിയാം. ആൻഡ് അപ്പോഴാണ് ഞാനൊരു റിയലൈസേഷനിലേക്ക് എത്തിയത്, എനിക്ക് ഓൾറെഡി ഉള്ള ടൈമിൽ എനിക്ക് എത്ര മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊടുത്താലും ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും ടാസ്കുകൾ ഞാൻ ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ നോക്കിയാലും പറ്റത്തില്ല, കാരണം അത്രയും ടൈം എന്തായാലും അവിടെ വേണം. അപ്പോൾ ഒരിക്കലും നടക്കില്ലല്ലോ. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത്. എക്സിക്യൂഷൻ എന്നുള്ളതിനേക്കാളും അപ്പുറം ഞാൻ എൻ്റെ ടൈമിന് റെസ്പെക്റ്റ് കൊടുത്തിട്ടല്ല ഒരു ടാസ്കും ഫുൾ ടാസ്കുകൾ എഴുതിയെടുത്തിരുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ടാസ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യാം. അപ്പോൾ കുറച്ച് ലോ പ്രയോറിറ്റി ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളായിരിക്കും ഏറ്റവും അവസാനം നമ്മൾ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടാവുക, അതായത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവുക. ഇത് നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റാമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാൻ സമയം ഉണ്ടായിട്ട് പറ്റിയില്ല എന്നുള്ള ആ ഒരു പ്രഷർ ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് ശരിക്കും സമയം ഉണ്ടായിരുന്നില്ല. സമയം എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ പലരും കുത്തി നിറയ്ക്കുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ലിമിറ്റുള്ള കാര്യങ്ങളായിരിക്കില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ബ്രെയിൻ ഡംപ് ചെയ്യും. അതിനുള്ള എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ എഴുതും. അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ആ ഒരു ഓൾറെഡി നമുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതലുള്ള ടൈം ലൈനിൽ നിന്ന് നമ്മളത് എഴുതി ഇങ്ങനെ വെക്കും. എത്രയൊക്കെയാണ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ടാസ്കുകൾ നമ്മൾ കൂടുതലായിട്ട് ടാസ്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബാക്കി വരുന്നത് കാണാം. ദെൻ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമ്മൾ നമുക്ക് ഓൾറെഡി ഉള്ള ടൈമിനേക്കാളും നമ്മൾ ടാസ്കുകൾ അലോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത്. സംഭവം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്നാൽ ഇതുപോലെ നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന ഒരു റിയലൈസേഷൻ കാരണമാണ് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഈ ടൈം ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ടൈം ലൈനായിട്ട് അലോട്ട് ചെയ്യുക എന്നുള്ളത് അത് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. അത് നമുക്ക് ഓൾറെഡി അറിയാലോ എന്ന് പറഞ്ഞൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് ചെയ്തതിന് ശേഷമാണ് it actually works എന്ന് മനസ്സിലായത്. So felt like sharing it. Bye.